കോതമംഗലം താലൂക്ക് ആശുപത്രിയിൽ ഡയാലിസിസ് സെന്ററിന്റെ പ്രവർത്തനം ആരംഭിക്കുന്നതിൽ തീരുമാനം അനന്തമായി നീളുന്നു. 4 മാസം മുമ്പ് ഉദ്ഘാടനം നടത്തിയെങ്കിലും മെഷീനറികൾ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഒരുക്കാത്തതാണ് പ്രശ്നം. മെഷീനുകൾ ലഭ്യമാക്കാൻ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് സർക്കാരിനെ സമീപിച്ചിട്ടുണ്ടെന്ന് മുനിസിപ്പൽ അധികൃതർ അറിയിച്ചു. എല്ലാ താലൂക്ക് ആശുപത്രികളിലും ഡയാലിസിസ് സെന്റർ തുടങ്ങാൻ LDF സർക്കാർ തീരുമാനിച്ചിരുന്നു. ഇതിന്റെ ഭാഗമായി കോതമംഗലം താലൂക്ക് ആശുപത്രിയിലും കെട്ടിട നിർമ്മാണം പൂർത്തീകരിക്കുകയും ഡയാലിസിസ് സെന്ററിന്റെ ഉദ്ഘാടനം നടത്തുകയും ചെയ്തു. കഴിഞ്ഞ മാർച്ച് മാസമാണ് സെന്റർ ഉദ്ഘാടനം ചെയ്തത്. 4 മാസം പിന്നിടുമ്പോഴും ഒരു രോഗിക്ക് പോലും ആശ്വാസമാകാൻ ഈ സെന്ററിന് കഴിഞ്ഞിട്ടില്ല. ഉദ്ഘാടനത്തിലും ബോർഡിലും മാത്രമായി സെന്റർ ഒതുങ്ങുകയായിരുന്നു. മെഷീനുകളും അനുബന്ധ സൗകര്യങ്ങളും ഇതുവരെയും ലഭ്യമായിട്ടില്ല. സംസ്ഥാന ആരോഗ്യവകുപ്പാണ് മെഷീനുകൾ നൽകേണ്ടത്. സർക്കാർ ആശുപത്രിയിൽ ഡയാലിസിസ് സെന്റർ തുറക്കുന്നതും കാത്തിരുന്ന രോഗികളും ബന്ധുക്കളും നിരാശരാണ്. ഇപ്പോഴും സ്വകാര്യ മേഖലയെ തന്നെ ഡയാലിസിസിനായി ആശ്രയിക്കേണ്ട അവസ്ഥയാണ് താലൂക്കിലെ രോഗികൾക്കുള്ളത്. അതുവഴി ഭീമമായ സാമ്പത്തിക ബാധ്യതയും അവർക്കുണ്ടാകുന്നു. ഡയാലിസിസ് സെന്റർ പ്രവർത്തിപ്പിക്കുന്നതിനാവശ്യമായ ശ്രമങ്ങൾ നടത്തിവരികയാണെന്ന് മുനിസിപ്പൽ വൈസ് ചെയർമാൻ പ്രിൻസ് വർക്കി പറഞ്ഞു. MLA, ആരോഗ്യമന്ത്രി, മുഖ്യമന്ത്രി എന്നിവർക്ക് നിവേദനം നൽകിയിട്ടുണ്ട്. നടപടി നീണ്ടുപോയാൽ മുനിസിപ്പൽ ഫണ്ട് ഉപയോഗിച്ച് മെഷീൻ സ്ഥാപിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. GTV ന്യൂസ്, കോതമംഗലം.